US ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു, ഇറാൻ USനെ അറ്റാക്ക് ചെയ്യുന്നു, ഇറാൻ GCCനെ അറ്റാക്ക് ചെയ്യുന്നു. നമുക്ക് തൽക്കാലം ആ വഴിക്ക് പോകണ്ട. US ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു, സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് ക്ലോസ്ഡ് ആവുന്നു. പക്ഷെ ക്രൂഡ് ഓയിലിന്റെ ഡിമാൻഡ് ഇല്ലാതാവുന്നില്ല, സപ്ലൈ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. സോ ബാക്കിയുള്ള ക്രൂഡ് ഓയിലിന്റെ വില മുകളിലോട്ട് പോകുന്നു. നമ്മൾ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് പെട്രോളിന്റെ ഡീസലിന്റെ വില മുകളിലോട്ട് പോകുന്നതായിട്ട് മാത്രം കണ്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധം നടക്കുന്നു. ഇത് നമ്മളെ അധികം രീതിയിൽ അഫക്റ്റ് ചെയ്യില്ല എന്നൊരു തോന്നലുണ്ട്. കാരണം ഇത്രയും കാലമായിട്ടും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ദ റിയാലിറ്റി ഈസ്, ഈ വാർ ഒരു ഫൈനൈറ്റ് വാർ അല്ല. കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് വെച്ചിട്ട് രണ്ട് രാജ്യങ്ങൾ മാത്രം യുദ്ധം ചെയ്ത് രണ്ടിൽ ഒരാൾ തോൽക്കുന്ന ഒരു യുദ്ധമല്ല ഇത്. ഇതിന്റെ എഫക്റ്റ് എല്ലാ നാടുകളിലോട്ടും എത്തും. ആൻഡ് ആ എഫക്റ്റ് എല്ലാ നാടുകളിലോട്ടും എത്താൻ കുറച്ച് സമയമെടുക്കും. ഇതാണ് ആ സമയം. ഒരു പരിധി വരെ ക്രൂഡ് ഓയിലിന്റെ വില മുകളിലോട്ട് പോയിരിക്കുന്നത് US നല്ലതാണ്. കാരണം US നെറ്റ് എക്സ്പോർട്ടർ ആയതുകൊണ്ട് അവർക്ക് ഹയർ പ്രൈസിൽ ക്രൂഡ് ഓയിൽ സെല് ചെയ്യാനും പറ്റും, കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാനും പറ്റും. പക്ഷേ ഗ്ലോബലി ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കുറേ കാലം മുകളിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളുടെയും വില കൂടുകയും ആ ഇൻഫ്ലേഷൻ നിലവിൽ സെൻസിറ്റീവ് ആയിരിക്കുന്ന US എക്കണോമിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രംപിനെ പോലെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രംപ് ഇറാനിയൻ ആൻഡ് റഷ്യൻ ഓയിൽസിൽ ഉണ്ടായിരുന്ന സാങ്ഷൻസ് എടുത്തു കളഞ്ഞു, സോ ദാറ്റ് മറ്റു രാജ്യങ്ങൾക്ക് അവരുടെ ഓയിൽ മേടിക്കാൻ പറ്റും. ബട്ട് അത് മുന്നേ പറഞ്ഞാൽ 20% ഗ്യാപ്പ് ഫില്ല് ചെയ്യത്തില്ല. കാരണം ആ ഓയിൽ മുന്നേ ഉണ്ടായിരുന്നു. ഇത്രയും കാലം ഷാഡോ ഫ്ലീറ്റിൽ സെല് ചെയ്തുകൊണ്ടിരുന്ന ഇറാനിയൻ ആൻഡ് റഷ്യൻ ഓയിൽ ഇനി പകൽ വെളിച്ചത്തിൽ സെല് ചെയ്യാന്ന് മാത്രം. ഇനി ഒരു ഓപ്ഷനേ ഉള്ളൂ, യുദ്ധം എത്രയും വേഗം അവസാനിക്കാം. പക്ഷെ യുദ്ധം എത്രയും വേഗം അവസാനിച്ചാലും കാര്യങ്ങളെല്ലാം പഴയ പോലെ ആവുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമുസിലെല്ലാം കുറെ മൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആദ്യം ക്ലിയർ ചെയ്യണം. ഇറാന്റെ ത്രെറ്റ് ഉള്ളിടത്തോളം കാലം ഇൻഷുറൻസ് കമ്പനികൾ ഈ കപ്പലുകൾക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ മടിക്കും. കപ്പലുകൾ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് ക്രോസ് ചെയ്യാൻ മടിക്കും. കാരണം അവരെ സംബന്ധിച്ച്